കേരളം വല്ലാത്തൊരു പ്രതിസന്ധി അങ്ങേക്ക് അറിയാവുന്ന അങ്ങയുടെ മനസ്സിൽ കേരളത്തെ ഒന്ന് റിക്കവർ ചെയ്യാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ട്? എന്റെ മനസ്സിൽ ഒരു കളക്ഷൻ ഓഫ് ഐഡിയാസ് ഉണ്ട്. അതിന് ഞാൻ ഒരു ഡോക്യുമെന്റ് ആക്കി മുമ്പോട്ട് വയ്ക്കും. എൻ്റെ ഐഡിയാസ് മാത്രമല്ല, ഒരു കളക്ഷൻ ഓഫ് മൈൻഡ്സ്. കേരളം എത്രയോ സീനിയർ ആൾക്കാരുണ്ട്, അവരുടെ മനസ്സിൽ ഇക്കണോമിക് പ്ലാനിങ്, ഗവർണൻസ് പ്ലാനിങ്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവിടെ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന് തൊഴിൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയും, ഇന്നലെ ഞാൻ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞു, ഈ വേൾഡ് ഓർഡറിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ട്രംപ് വന്നിട്ട് എല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഗ്ലോബലൈസേഷൻ എല്ലാം തിരിച്ചു മറിച്ച് എല്ലാം അപ്പോൾ ഈ പുതിയ വേൾഡ് ഓർഡറിൽ ഒരു ട്രൂത്ത് ഉണ്ട്, ഒരു ട്രൂയിസം. അതാണ് ഇൻവെസ്റ്റ്മെന്റ്സ് വിൽ കം ടു വെയർ ടാലന്റ് ഇസ് ആൻഡ് ടാലന്റ് വിൽ ഗോ ടു വെയർ ഓപ്പർച്യൂണിറ്റീസ്. അത് മലയാളത്തിൽ പറയുമ്പോൾ നിക്ഷേപങ്ങൾ വരുന്നത് ടാലന്റ് ഉള്ള ഒരു സ്ഥലത്ത് വരും. ടാലന്റ് പറഞ്ഞാൽ ടാലന്റഡ് നമ്മുടെ യുവാക്കൾ, ബട്ട് ടാലന്റഡ് യുവാക്കൾ അവിടെ ഇരിക്കില്ല, അവർ പോകുന്നത് അവസരങ്ങളുള്ള സ്ഥലത്ത്. ഇതാണ് ശരിക്ക് ഇന്നത്തെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. കേരളന് ആ ഇക്വേഷൻ നോക്കുമ്പോൾ കേരളന്റെ യൂത്ത് എങ്ങോട്ടാ പോകുന്നത്? ടാലന്റ് ഉള്ള കുട്ടികൾ എല്ലാവരും രാജ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പുറത്തോ പോയി അവര് അവിടെ വിജയിക്കുന്നു, അവര് ഭയങ്കര സക്സസ്ഫുൾ ആവുന്നു. അങ്ങനെ പോയി സക്സസ്ഫുൾ ആവുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അവര് പിന്നിൽ പോകുന്നു. ഒരു കുട്ടി ഇവിടെ സെമി കണ്ടക്ടർ എക്സ്പേർട്ടാണോ ഇലക്ട്രോണിക് എക്സ്പേർട്ടാണോ, കുട്ടി പോയിട്ട് ബാംഗ്ലൂരിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അവിടെ പോകും. അതിൻ്റെ ബെനിഫിറ്റ് കർണാടകയിൽ കിട്ടും. 3 യങ്സ്റ്റേഴ്സ് പോയിട്ട് ദുബായിൽ സെറ്റപ്പ് ചെയ്ത് ഒരു AI ഓർഗനൈസേഷൻ കമ്പനി സെറ്റപ്പ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ദുബായിലേക്ക് പോകും. ആ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരാൻ പറ്റില്ല.